നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒടുവിൽ മസ്കറ്റ് വിമാനത്താവളത്തെ തേടി മറ്റൊരു ബഹുമതി കൂടി എത്തിയിരിക്കുകയാണ്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് നേരിട്ടുള്ള സർവീസുകളുള്ള പശ്ചിമേഷ്യയിലെ ആദ്യ 10 വിമാനത്താവളങ്ങളുടെ നിരയിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് മസ്കറ്റും. ആദ്യ 10 വിമാനത്താവളങ്ങളുടെ നിരയിൽ സ്ഥാനം പിടിച്ച മസ്കറ്റ് ആകട്ടെ, വിമാനത്താവളങ്ങളുടെ കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട OAG മെഗാ ഹബ്സ് സൂചികയിൽ മസ്കറ്റിന് 9ാം സ്ഥാനമാണുള്ളത്. 60% ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ സർവീസ് നടത്തുന്ന മസ്കറ്റ് വിമാനത്താവളത്തിന് കണക്ടിവിറ്റി സൂചികയിൽ 50 പോയിന്റുകളാണുള്ളത്. ഇന്ത്യ, UAE, സൗദി അറേബ്യ തുടങ്ങിയ 27 രാജ്യങ്ങളിലേക്കാണ് മസ്കറ്റ് വിമാനത്താവളത്തിൽ നിന്ന് സീസണൽ സർവീസ് ഉള്ളത്. അസർബൈജാൻ, ജോർജിയ എന്നിവിടങ്ങളിലേക്ക് സീസണൽ സർവീസുകളുമുണ്ട്. ജൂൺ അവസാനത്തെ കണക്കുപ്രകാരം 52,220 അന്താരാഷ്ട്ര സർവീസുകളാണ് മസ്കറ്റ് വിമാനത്താവളത്തിൽ കൈകാര്യം ചെയ്തത്. 73.73 ലക്ഷമാണ് ആദ്യ 6 മാസങ്ങളിലെ യാത്രികരുടെ എണ്ണം. ഇന്ത്യയിൽ നിന്നാണ് കൂടുതൽ വിമാനങ്ങൾ എത്തിയതും പുറപ്പെട്ടതും. ബംഗ്ലാദേശും പാകിസ്ഥാനുമാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. ഒമാൻ എയർ യാത്രികരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 14% ഉയർന്നു. ആഗോളതലത്തിലെ 200 വിമാനത്താവളങ്ങളെ ഉൾപ്പെടുത്തിയാണ് സൂചിക തയ്യാറാക്കിയിട്ടുള്ളത്. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളമാണ് ആഗോളതലത്തിൽ 1ാമത്. രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ ഹീത്രൂ വിമാനത്താവളം അടച്ചുപൂട്ടൽ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട ഒന്നായിരുന്നു. 4000-ഓളം ജീവനക്കാരുടെ സമരം മൂലമാണ് വിമാനത്താവളം അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടത്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടാണ് 2ാം സ്ഥാനത്ത്. വിമാനത്താവളങ്ങളോട് യാത്രക്കാർക്ക് മടുപ്പ് തോന്നിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ട്. വൃത്തി, ജീവനക്കാരുടെ പെരുമാറ്റം, അടിസ്ഥാന സൗകര്യങ്ങൾ, സുരക്ഷ, ടെർമിനലിലെ സൗകര്യങ്ങൾ തുടങ്ങി അങ്ങനെ നിരവധി. ആ നിലയ്ക്കുള്ള സർവേയിൽ ലോകത്തെ ഏറ്റവും മോശം വിമാനത്താവളമായി 2017 തിരഞ്ഞെടുക്കപ്പെട്ടതാകട്ടെ കുവൈറ്റ് എയർപോർട്ടാണ്. സേവനങ്ങളിലും വിമാനങ്ങളുടെ കൃത്യനിഷ്ഠയിലും ഏറെ പിന്നിലാണ് കുവൈറ്റ്. ലോകത്തെ 76 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ ഉൾപ്പെടുത്തി എയർ ഹെൽപ്പ് എന്ന സ്ഥാപനമായിരുന്നു അന്ന് സർവേ നടത്തിയത്. പ്രവാസികളുടെ സ്പന്ദനം അറിഞ്ഞുകൊണ്ട് പ്രവാസി മലയാളി സഞ്ചരിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യൂ.